ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഹെൽത്തി മിൽക്ക് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കിയാലോ. ഇത് പ്രോട്ടീൻ റിച്ച് ഹെൽത്തി മിൽക്ക് ഷേക്ക് ആണ് ഞാനിപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ വീഡിയോയിൽ. നമുക്ക് ഹെൽത്തി മിൽക്ക് ഷേക്കിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഞാൻ നട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. കാഷ്യൂ, ബദാം, കിസ്മിസ് നട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡേറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈന്തപ്പഴം ഇപ്പോൾ തന്നെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ട് കുറേ പേര്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഈ മിൽക്ക് ഷേക്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് അറിയുപോലുമില്ല. അപ്പോൾ ഡേറ്റ്സും ഇടുന്നുണ്ട്. പിന്നെ കോൺഫ്ലെക്സ് കുറച്ചിടുന്നുണ്ട് ഞാനതിൽ. ഫ്രൂട്ടായിട്ട് ഞാൻ ബനാനയാണ് യൂസ് ചെയ്യുന്നത്. ഇതിവിടെ കിട്ടുന്ന പഴമാണ്, റോബസ്റ്റ് ടൈപ്പ് പഴമാണിത്. ഇത് ഒരെണ്ണം ഇടും. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് സത്തു എന്നാണ് പറയുന്നത്. ഇത് 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് ഞാൻ. ഇതിൻ്റെ കവർ ഞാൻ കാണിച്ചത് എങ്ങനെയാണ്. ഇതാണ് സത്തു. ഇത് മെയിൻലി ഇത് റോസ്റ്റഡ് കടലയാണ്. അപ്പോൾ ഇത് പ്രോട്ടീൻ റിച്ച് ആണ് നന്നായിട്ട്. ഇത് ശരിക്കും പറയുന്നത് പാവപ്പെട്ടവരുടെ പ്രോട്ടീൻ എന്നാണ് പറയുന്നത്. ഇത് കൂടുതലും ഉള്ളത് ആൾക്കാർ യൂസ് ചെയ്യുന്നത് ബീഹാർ, ഉത്തരാഖണ്ഡ്, UP അങ്ങനത്തെ സ്റ്റേറ്റ്സിലൊക്കെയാണ് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അവർ പറയുന്നത് പാവപ്പെട്ടവരുടെ പ്രോട്ടീൻ എന്നാണ് പറയുന്നത്. ഇതിലാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ഉണ്ട്, അയേൺ ഉണ്ട്, ഫൈബർ ഉണ്ട്. പിന്നെ വയറിന് നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടുകയും ചെയ്യും. ഫൈബർ റിച്ച് ആണ്. പിന്നെ ഇപ്പോൾ ഇതാണ് വേനൽക്കാലത്തൊക്കെ നല്ല ഗുണം ഉള്ളതാണ്. നല്ലതായിട്ട് കൂളിംഗ് എഫക്റ്റ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഡ്രിങ്ക്സ്, സത്തു ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കി കുടിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ പരാട്ട ഉണ്ടാക്കാം. നമുക്ക് സത്തുവിൻ്റെ റൊട്ടി പരാട്ടയൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. സത്തു പൊടിയാണിത്, റോസ്റ്റഡ് ചെന്നയാണിത്. അപ്പോൾ അത് ഞാൻ 2 സ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അര ഗ്ലാസ് പാലാണ് യൂസ് ചെയ്യുന്നത്. ഒരു അര ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളവുമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മധുരം വേണം എന്നുള്ളവർക്ക് കുറച്ച് തേൻ, ഹണി യൂസ് ചെയ്യുന്നുണ്ട്. ലേശം ഹണി ഇതിൽ ഇടാറുണ്ട് ഞാൻ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം ഈ നട്ട്സ് എല്ലാം മിക്സിയിലെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡേറ്റ്സ് ഒന്ന് കട്ട് ചെയ്തിടണം, അല്ലെങ്കിൽ അത് ഡേറ്റ്സ്, സത്തു കോൺഫ്ലെക്സ്, പിന്നെ ഒരു പഴം, പിന്നെ സത്തു ഇതിലിടുകയാണ്. അപ്പോൾ 1/2 ഗ്ലാസ് പാല് ഒഴിക്കുകയാണ്. 1/2 ഗ്ലാസ് പാൽ ഒഴിച്ചു. പിന്നെ 1/2 ഗ്ലാസ് വെള്ളവും ഇതിൽ ഒഴിക്കുകയാണ്. പിന്നെ ഒരു ലേശം തേൻ ഒഴിക്കുന്നുണ്ട്. കുറച്ച് മതി, കുറച്ചൊരു ടേസ്റ്റ്, ലേശം മധുരം കിട്ടാൻ വേണ്ടി. ഇപ്പൊ പഴം നന്നായിട്ട് പഴുത്ത് കാണുന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, പഴത്തിന്റെ ആ മധുരം എന്തായാലും കിട്ടും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് മിക്സിയിൽ മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ സത്തു മിൽക്ക് ഷേക്ക് റെഡി. അപ്പോൾ ഇതാണ് ഹെൽത്തി മിൽക്ക് ഷേക്ക്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.